ഹായ് ഗൈസ്, ഇഷ്ടമാത്രം നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹേഷ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി രജനിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയാണ്. മഹേഷ് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. മഹേഷ് രജനിയോട് പറയുന്നുണ്ട്, ചിപ്പിമോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറയുന്നുണ്ട്, സത്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ. അവൾ തൻ്റെ മകളല്ലെന്ന് വിശ്വസിക്കാൻ മഹേഷിന് ഒരിക്കലും കഴിയില്ല. അതാണ് മഹേഷിനിപ്പോൾ ഈ അവസ്ഥ. ഈ ഒരു തകർച്ചയാണ് നമ്മുടെ ആകാശും രജനിയും ഒക്കെ ആഗ്രഹിക്കുന്നതും. ഇഷ്ടം നമ്മുടെ ചിപ്പിമോളെ സമാധാനിപ്പിച്ച് അവളെ കൂടെ കളിച്ച് അവളെ കിടത്തി ഉറക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇഷ്ടയുടെ മനസ്സാകെ അസ്വസ്ഥമാണ് മഹേഷിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇഷിത രജനിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സീനാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്താണ് മഹേഷിൻ്റെ വിവരങ്ങളൊക്കെ അറിയാനായിരിക്കും, മഹേഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ. അപ്പോൾ നമ്മുടെ രചന ഇഷിതയൊന്ന് ആ അവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ട് രചന ഇഷിതയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിവാഹം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ഇപ്പോൾ എന്നോട് മഹേഷ് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയതേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷിതയെ ആകെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇഷിത തിരിച്ച് മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണ് എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഇഷിത മഹേഷുമായിട്ട് ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മഹേഷിൻ്റെ ജീവിതത്തിൽ ഇഷിതയ്ക്കുള്ള സ്ഥാനമാണ് ഇഷിത ഉദ്ദേശിച്ചത്. അതെന്താണെന്ന് ഇപ്പോഴും ഇഷിതയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഇഷിത പറയുന്നത്. മഹേഷിൻ്റെ വിഷമത്തിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്നുള്ള കാര്യം ഇഷിതയ്ക്ക് ഇപ്പോഴും അറിയില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇഷിതയായിരിക്കും നമ്മുടെ മഹേഷിനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത്. ഇനി